ഇതില് അതില് ആ അമ്മേനെ കേറ്റ്. എടാ അമ്മയും വാ. ചേട്ടനെ വിടാ. സാധാരണ ഇങ്ങനെ കേറാറുണ്ട് വെള്ളം. 2018 വെള്ളം ഇതെല്ലാം മുങ്ങിപ്പോയി. 18 വെള്ളം ഇപ്പം അത്രയും പ്രശ്നമില്ല. 2018 ഇത്രയും വെള്ളം കയറിയോ? ഇതിനെക്കാട്ടി കൂടി വെള്ളം. അത് ഭയങ്കര വെള്ളപ്പൊക്കമല്ലോ, അത് പ്രളയം. അന്ന് ഈ ഒരു പ്രശ്നം ഉണ്ടായല്ലേ ചേട്ടാ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും ഞാൻ വന്നപ്പോ ഒരു അനൗൺസ്മെന്റ് കേട്ടിട്ടാ വന്നേ, ആളുകൾ മാറണം. എന്തുകൊണ്ടാ മാറാത്ത? ഇന്നലെയൊക്കെ പറഞ്ഞല്ലേ ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നവരെ കാത്തിരിക്കണം. അതിന് അമ്മയോ വാ. ആ വീടിന്റെയൊക്കെ മുകൾ നിലയിൽ ഇപ്പോഴും മനുഷ്യർ നിൽക്കുന്നുണ്ടല്ലോ അമൽ. ഇനി അവിടുന്ന് മോത്തി കേട്ടില്ല മോത്തി. ആ വീടിന്റെയൊക്കെ മുകൾ നിലയിൽ ഇപ്പോഴും ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ അമൽ. അത് ഈ ഇരിക്കുന്ന ചേട്ടന്റെ അത് വൈഫാ. ആ മോള് ഇവിടേക്ക് വന്നിട്ടുണ്ട്. അമ്മേനെയും കൂടെ എന്താ വരാത്തെ? അവിടെ ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഇനി എന്തിനാ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്? വന്നുകൂടെ? വെള്ളം കയറത്തില്ലെന്ന് ഉറപ്പ്. 2018 വരെ അവിടെ വരെ വന്നിട്ടുള്ളൂ. അതിൽ കൂടുതൽ വെള്ളം വരുമെന്ന് അറിയില്ല. വെള്ളമല്ലേ, നമ്മള് വെള്ളത്തെ തടഞ്ഞു നിർത്താനൊന്നും പറ്റുന്നില്ലല്ലോ. പ്രശ്നമല്ലേ, മാറാൻ പറഞ്ഞാ വരുന്നില്ലെന്ന് പറഞ്ഞു. വണ്ടി റോഡിൽ നിന്ന് മാറ്റിയിട്ട് രണ്ടാമത്തെ ട്രിപ്പ് വരാൻ വേണ്ടിട്ടാ. രണ്ടാമത്തെ ട്രിപ്പ് വരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് ഇപ്പൊ ഒരു നിലയിൽ വെള്ളം കയറിയിട്ടുള്ളൂ. പക്ഷെ അടുത്ത ട്രിപ്പിന് വരാം എന്ന് പറഞ്ഞ് വെക്കുക. ഇവിടെ തന്നെയാണ്. അതെ, ഒരു നില മൊത്തം മുങ്ങി. രണ്ടാമത്തേലോട്ട് കയറാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ വിളിച്ചത് സജിയെ. വൈകിട്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നത്തെ അന്നേരം 9 മണിയാകുമ്പോൾ ബോട്ട് വരും, അന്നേരം സെലക്ട് ചെയ്യാം, അന്നേരം കൊണ്ടുവിടാം. എന്നെ മോനിപ്പോൾ കിടങ്ങന്നൂരോട്ട് കൊണ്ടുപോകാനാ. കിടങ്ങന്നൂരോട്ടാണ് കൊണ്ടുപോകുന്നത് എൻ്റെ മോനിപ്പോൾ. അവിടെ എന്നെ വീട്ടിലൊക്കെ ഫുള്ളുള്ളതായോ? വലിയ കൊച്ച കാണുന്നതിൻ്റെ അടുത്ത സൈഡ്, അതിൻ്റെ എതിർ സൈഡാണ് രാഗസുധയെന്ന് എഴുതി വെച്ചേക്കുന്നത്. ഒരു നില വെള്ളമായോ? ഒരു നില വെള്ളമായി. സാധനം ആദ്യത്തെ നിലയിൽ നിന്ന് എടുത്ത് മേളിൽ കയറ്റി. മേളിൽ നിന്ന് ഇപ്പം ഇതായപ്പം അവിടുന്ന് സ്റ്റെയറയിലോട്ട് കയറ്റിയൊക്കെ കുറച്ച് വെച്ച് കുറച്ചൊക്കെ അവിടെ കിടക്കും. നമ്മൾ വന്ന വഴിക്കൊന്നും വെള്ളമില്ലായിരുന്നു. ഇത് കോഴഞ്ചേരി താഴത്തോട്ടുള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനെ വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇവിടേക്ക് ഒരു ബോട്ട് ഇപ്പൊ വെള്ളം എവിടുന്നാ വന്നേ? ഇതിപ്പോ കോഴഞ്ചേരിന്നാ വന്നേ. കോഴഞ്ചേരിന്നാണ്. വീട്ടിൽ വേറെ വല്ലതും ഉണ്ടോ? വീട്ടിൽ വേറെ വല്ലവരും ഉണ്ടോ? അവിടെ ഇപ്പം ഉണ്ട്. പിന്നെ മോന്റെ ഭാര്യ ഇപ്പൊ അവിടെ ഉണ്ട്. അവര് കൊണ്ടുവരണം, എല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുക. ഒരു നില ഇതായി. ഇപ്പൊ ഇന്നലെ ഇച്ചിരി ഇറങ്ങിയതായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ആയപ്പോ വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോയതാ. അതുകൊണ്ട് അന്നേരം ഞാൻ പറഞ്ഞില്ലയോ, ഗീത വിളിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലയോ, അപ്പൊ ഞാൻ പറഞ്ഞു, ഗീത ഞാൻ വിളിച്ചായിരുന്നു. അന്നേരം പറഞ്ഞു, ഇത് ഇപ്പം പ്രശ്നമില്ലെന്ന് തോന്നുന്നു, എന്തുവാന്ന് വെച്ചാൽ രാത്രി വിളിക്കാം. രാവിലെ എത്ര മണിയായപ്പോഴാണ് കയറാൻ തുടങ്ങിയ വെള്ളം? പിന്നെ വെളുപ്പാങ്കാലം ആയപ്പോൾ ഒരു കുറേശ്ശെ കൂടാൻ തുടങ്ങി. മഴയുണ്ടായിരുന്നല്ലോ. ഒരുപാട് ഈ രക്ഷാപ്രവർത്തനവുമായി അവിടെ വീണ്ടും ആ വീട്ടിൽ നിന്ന് ആളുകളെ കയറ്റേണ്ടതുണ്ട്. നമുക്ക് നേരത്തെ ഒരു കുട്ടിയെ നമ്മൾ ഈ വള്ളത്തിൽ കയറ്റിയിരുന്നു. അപ്പോൾ കൂടുതൽ ആളുകൾ അവിടെയുണ്ട്. വീട്ടിലെ കാർ പോർച്ചാണ് കാണുന്നത്. വണ്ടിയൊക്കെ മുൻകിടക്കുന്നു. ഒരു പ്രായമായ സ്ത്രീയും ഒരു ചേട്ടനുമുണ്ട്. അവരെ കൂടി ഇവിടേക്ക് ഈ വള്ളത്തിലേക്ക് അവരെ കയറ്റാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ എല്ലാ വീടുകളെയും ഇന്നലെ നമ്മൾ പ്രതിസന്ധി ഇല്ല എന്ന് വിചാരിച്ച പല സ്ഥലങ്ങളിലും അപ്രതീക്ഷിതമായി പ്രതിസന്ധി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ആറന്മുളയുടെ താഴ്ന്നു കിടക്കുന്ന പ്രദേശങ്ങളിൽ റാന്നിയിൽ വെള്ളം ഇറങ്ങുമ്പോൾ ഇവിടെ വെള്ളം കയറുന്നു എന്നൊരു പ്രശ്നം. റാന്നിയിൽ നിന്ന് വെള്ളം ഇറങ്ങിയപ്പോഴാണ് ഇങ്ങോട്ട് കൂടിയത്. ഇനി ഇത് എപ്പോ ഇറങ്ങും? ഇനിയിപ്പോ അടുത്ത ഇതൊക്കെ കൂടുവാന്നുള്ള ന്യൂസ് കണ്ടു. ഇപ്പൊ രാവിലെ മഴ അങ്ങനെ കാര്യമായിട്ടില്ല. കിഴക്കത്തെ വെള്ളം കൊണ്ടാണ് ഇവിടെ നല്ല വെള്ളം.
രൂക്ഷമായ വെള്ളക്കെട്ടാണ് അവിടങ്ങളിലൊക്കെ ഉള്ളത്. ആറന്മുളയിൽ നിന്നുള്ള വിവരങ്ങളാണ് അമ്മൽ തേനപ്പറമ്പിൽ പങ്കുവയ്ക്കുന്നത്. കോഴഞ്ചേരിയിൽ നിന്നും അങ്ങോട്ടേക്ക് വന്ന ബോട്ടിലാണ് ഇപ്പോൾ പരിസരവാസികളൊക്കെ അതിലേക്ക് കയറി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുകയാണ്. ഇന്നലെ തന്നെ ഇവർക്കൊക്കെ നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ന് രാവിലെയും ഡാമൊക്കെ തുറക്കാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് ആൾക്കാർ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന അനൗൺസ്മെന്റ് അടക്കം നൽകിയിരുന്നു. പലരും വീട് വിട്ടു പോകാനുള്ള ഒരു വിമുഖത തുടക്കം മുതൽ കാണിക്കുന്നുണ്ടായിരുന്നു.